നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തിടെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററും നിർമ്മലാ സീതാരാമനും അതുപോലെ തന്നെ നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണറും ചർച്ച ചെയ്തിരുന്ന രണ്ട് കാര്യങ്ങളാണ്. അതായത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷന്റെ ഈ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഉള്ള ഇൻഷുറൻസ് പരിധി 5 ലക്ഷത്തിൽ നിന്നും 8 മുതൽ 12 ലക്ഷം രൂപ വരെ ആക്കാമെന്നുള്ള ഒരു സൂചനകൾ നൽകിയത്. നമുക്കറിയുന്നത് പോലെ തന്നെ ഇന്നത്തെ രീതിയിൽ നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിന്, ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന പണത്തിന് 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് DICGC നൽകുന്നുണ്ട്. അതായത് അത് പ്രൈവറ്റ് ബാങ്ക് ആകട്ടെ, സ്മോൾ ഫിനാൻസ് ബാങ്ക് ആകട്ടെ, പബ്ലിക് സെക്ടർ ബാങ്കുകളാകട്ടെ, ഏത് ബാങ്കുകളാണെങ്കിലും അതിൽ നിക്ഷേപിക്കുന്ന പണം ബാങ്ക് പൊളിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് 5 ലക്ഷം രൂപ വരെ സുരക്ഷിതമായിരിക്കും. അത് DICGC നൽകും. 5 ലക്ഷത്തിന് മുകളിലുള്ള പണം കിട്ടില്ല. കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ അവ 5 ലക്ഷം രൂപ വരെ ഇൻഷുർഡ് ആണ്. അതായത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ കേരള കോഓപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് എന്ന് പറയുന്ന ബോർഡ് DICGCക്ക് തത്തുല്യമായിട്ടുള്ളത്. അത് കേരളത്തിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിക്ഷേപിക്കുന്ന പണത്തിനും ഒരു ഇൻഷുറൻസ് നൽകുന്നു. ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ സൊസൈറ്റികളോ അല്ലെങ്കിൽ മേൽപ്പറഞ്ഞ കാരണങ്ങളിലാണെങ്കിൽ ബാങ്കുകളോ പൊളിഞ്ഞു പോകേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിക്ഷേപകരുടെ പണം ഒരു പരിധിവരെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് മെക്കാനിസമാണിത്. അപ്പോൾ ഈ 5 ലക്ഷം രൂപ എന്ന പരിധി കാലാനുസൃതമായിട്ട് ഉയർത്തേണ്ടത് ആവശ്യമാണെന്ന് നമുക്കറിയാം. അതിനെ തുടർന്ന് ഒരു 8 മുതൽ 12 ലക്ഷം രൂപ വരെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു പരിധി ഉയർത്തുന്നത് കൊണ്ട് ഏതെല്ലാം മേഖലകളിലാണ് മാറ്റങ്ങൾ വരുന്നത്, അവ ഏതെല്ലാം കമ്പനികളെയോ സെക്ടറുകളെയൊക്കെയാണ് ബാധിക്കുന്നത് എന്നിവയാണ്. നമുക്കറിയുന്ന പോലെ തന്നെ ഇത് ഉയർത്തുന്നത് കൊണ്ട് സാധാരണ റീറ്റെയിൽ ഡെപ്പോസിറ്റേഴ്സിന് എന്തായാലും ഗുണകരമാണ്. കാരണം ഒത്തിരിയേറെ പേർ, പ്രത്യേകിച്ച് പെൻഷനേഴ്സും ഒക്കെ അവരുടെ പെൻഷൻ ബെനിഫിറ്റ്സും ഒക്കെ നിക്ഷേപിച്ചിട്ട് ഇൻട്രസ്റ്റ് കൊണ്ട് ജീവിക്കുന്നവരൊക്കെ കുറേ പേരുണ്ടാവും. അവരെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ ബാങ്കിന്റെ ഈ ഒരു സുരക്ഷിതത്വം വലിയൊരു കാര്യമാണ്. റിട്ടേൺസ് എന്നുള്ളതിനേക്കാളും കൂടുതൽ അവരെ സംബന്ധിച്ച് റിസ്ക് ആണ് വലിയൊരു ഫാക്ടർ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത് എന്തുകൊണ്ട് ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ബാങ്കുകളെ സംബന്ധിച്ചോ? അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഏതൊരു ഇൻഷുറൻസിനും നമുക്കറിയാം, ഇൻഷുറൻസ് ലഭിക്കണമെങ്കിൽ ഒരു പ്രീമിയം നൽകണം. അപ്പോൾ ബാങ്കുകളെ സംബന്ധിച്ച് ബാങ്ക് 1 ലക്ഷം രൂപയ്ക്ക് 12 രൂപ എന്ന നിരക്കിൽ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ കയ്യിലുള്ള 5 ലക്ഷം രൂപ വരെയുള്ള തത്തുല്യമായിട്ടുള്ള നിക്ഷേപങ്ങൾക്കൊക്കെ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ 5 ലക്ഷം രൂപ എന്നതിൽ നിന്നും അത് 10 ലക്ഷം രൂപ ആയി കഴിഞ്ഞാൽ ബാങ്കുകൾ അടയ്ക്കേണ്ട പ്രീമിയവും ഉയരും. അതായത് 60 രൂപ 5 ലക്ഷം രൂപയ്ക്ക് അടയ്ക്കണമെങ്കിൽ ഇനി മുതൽ അത് 120 രൂപ അടയ്ക്കേണ്ടി വരും 10 ലക്ഷം രൂപയാകുമ്പോൾ. കാരണം 1 ലക്ഷം രൂപയ്ക്ക് 12 രൂപ എന്ന പ്രീമിയമാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഇതുവഴി ബാങ്കിന് ലാഭത്തിലുള്ള കുറവ് സംഭവിക്കും. ഈ ഇൻഷുറൻസ് തുക നിക്ഷേപകരുടെ അടുത്തു നിന്നും വാങ്ങിക്കുക സാധ്യമല്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിൽ വെക്കുക. പലപ്പോഴും പണയം വെക്കുന്ന ഏതെങ്കിലും പ്ലഡ്ജ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം ഗോൾഡ് ആണെങ്കിലും അതിനകത്തുള്ള നിക്ഷേപത്തിന്റെ ഇൻഷുറൻസ് തുക പണയം വെക്കുന്നവരുടെ നിന്ന് വാങ്ങിക്കാം. പക്ഷേ ഈ ഡെപ്പോസിറ്റിനകത്ത് മുകളിലുള്ള ഇൻഷുറൻസ് തുക പണയം വെക്കുന്നവരുടെ നിന്ന് വാങ്ങിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബാങ്കിന്റെ പ്രോഫിറ്റിലാണ് പ്രതിഫലിക്കുക, അവരുടെ ബുക്സിലാണ് സത്യത്തിൽ പറഞ്ഞാൽ പ്രതിഫലിക്കുക. ഇന്നത്തെ രീതിയിൽ 5 ലക്ഷം രൂപ എന്ന പരിധി വെച്ചത് കൊണ്ട് തന്നെ ഏകദേശം 47% പേർ മാത്രമേ ഈ പറഞ്ഞ ഇൻഷുറൻസിന്റെ ഒരു പരിധിയിൽ മുഴുവനായിട്ടും വരുന്നവരുള്ളൂ. പക്ഷേ ഇനി 10 ലക്ഷം രൂപ എന്ന പരിധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 67% പേരും, അതായത് 3/2 പേർ ഈ ഒരു ഇൻഷുറൻസിന്റെ പരിധിയിൽ വരും. ICRAയുടെ റിസർച്ച് പ്രകാരം കണക്കുകൂട്ടപ്പെടുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള ലാഭം ബാങ്കുകൾക്ക് ഏകദേശം 1800 മുതൽ 12,000 കോടി രൂപ വരെ കുറവ് വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത് വാർഷികമായിട്ട്. അതായത് ബാങ്കുകളുടെ വലുപ്പത്തിനനുസരിച്ച്. ഇത് എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ അസറ്റ്, ബാങ്കുകളുടെ സാധാരണ രീതിയിൽ ബാങ്കുകളുടെയും ഇതുപോലെ ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഒക്കെ ഒരു പെർഫോമൻസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ബെഞ്ച് മാർക്ക് എന്നൊക്കെ പറയുന്നത്, ഒന്നുകിൽ ROA അല്ലെങ്കിൽ ROE, റിട്ടേൺ ഓൺ അസറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നിവയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ സാധാരണ നോക്കുന്നത്. PE മാത്രം നോക്കിക്കൊണ്ട് കാര്യമില്ല. കാരണം പ്രൈസ് ഏർണിങ്സ് എന്ന് പറയുന്നത് ബാങ്കുകളെ സംബന്ധിച്ച് എപ്പോഴും ചെറുതായിട്ടിരിക്കും. അതും കണ്ടിട്ട് അത് ലോ വാല്യൂ ആണ് അല്ലെങ്കിൽ ലോ വാല്യൂഷൻ ആണെന്ന് നമ്മൾ കരുതുക. അപ്പോൾ അതുകൊണ്ട് ROA ROC ആണ് നമ്മൾ സാധാരണ രീതിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ കരുതാറുള്ളത്. ഈ ഒരു റേഷ്യോ ROA, റിട്ടേൺ ഓൺ അസറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1 മുതൽ 4 ബേസിസ് പോയിന്റ് വരെ താഴോട്ട് വരും ഈ പറഞ്ഞ ഒരു ഇൻഷുറൻസ് പ്രീമിയം ബാങ്കിന്റെ ബുക്സിൽ റിഫ്ലക്ട് ചെയ്യുമ്പോൾ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഒരു 0.01% മുതൽ 0.04% വരെയുള്ള ഒരു ചെറിയൊരു കുറവ്. അതേസമയം റിട്ടേൺ ഓൺ ഇക്വിറ്റി ഏകദേശം 7 മുതൽ 40 ബേസിസ് പോയിന്റ് വരെ കുറയും. അതായത് 0.07 മുതൽ 0.4% വരെയുള്ള ഒരു റിട്ടേൺ ഓൺ ഇക്വിറ്റി കുറയും എന്നർത്ഥം. അപ്പോൾ ഇത് ബാങ്കുകളെ സംബന്ധിച്ച് നല്ലതല്ലാത്ത ഒരു രീതിയിലാണ് ബുക്സിനെ റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് സംഭവിക്കും എന്നുള്ളതല്ല. ബാങ്ക് സ്റ്റോക്കുകളെ സംബന്ധിച്ച് ഈ ഒരു DICGC പരിധി 10 ലക്ഷമായി ഉയർത്തുക എന്ന് പറയുമ്പോൾ ആ ഒരു ന്യൂസ് വരുന്നതോ അല്ലെങ്കിൽ വരാൻ പോകുന്നതോ എന്ന് കേൾക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പായിട്ട് ചെറിയൊരു കറക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ന്യൂസൊക്കെ വന്നതിന് ശേഷം പിന്നത്തെ റിസൾട്ട് വരുമ്പോഴത്തേനും ഉള്ളൊരു കറക്ഷൻ വരുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സാധാരണ രീതിയിൽ
സ്വാഭാവികമായിട്ടും ഈ ഒരു ന്യൂസ് വരുമ്പോഴാണ് ഈ ഒരു കറക്ഷൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ടും ബാങ്കിൽ നിക്ഷേപം, ബാങ്ക് സ്റ്റോക്കുകളിൽ നിക്ഷേപമുള്ളവർ ഒന്ന് കരുതിയിരിക്കുക. രണ്ടാമത് ഇത് ബാധിക്കുന്ന ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കോപ്പറേറ്റീവ് ബാങ്കുകളെ, സൊസൈറ്റികളെ ഇവരെയൊക്കെയാണ്. കാരണം അടുത്തുള്ള ഒരു ബാങ്ക് 10 ലക്ഷം രൂപ വരെ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരെയുള്ളിടത്ത് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് 5 ലക്ഷത്തിൻ്റെ മുകളിലുള്ളവർ സാധാരണ രീതിയിൽ പോകില്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ചിലരെ സംബന്ധിച്ച് അത്യാഗ്രഹം ഈ റിസ്ക് റിവാർഡ് എന്ന് പറയുന്ന ഒരു ലോജിക്കലായിട്ടുള്ള ഒരു ചിന്താഗതിയെ മറികടക്കുമ്പോഴാണ് വളരെ അപകടകരമായിട്ടുള്ള പല നിക്ഷേപ സാധ്യതകളും തേടിപ്പോകുന്നതും മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിച്ചിട്ട് പണം നഷ്ടപ്പെടുത്തുന്നതും. പക്ഷേ എങ്കിൽ പോലും എല്ലാവരുടെയും മനസ്സിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം റിസ്ക് റിവാർഡ് തന്നെയാണ്. ഇത്രയ്ക്ക് ഞാൻ റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഇത്ര റിവാർഡ് ലഭിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഒരു 1% 1.5% വേണ്ടിയിട്ട് പലപ്പോഴും ഈ പറഞ്ഞതുപോലെ വലിയ പണമുള്ളവർ ഈ പറഞ്ഞ പോലെ സൊസൈറ്റികൾക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ 5 ലക്ഷം രൂപ വരെ മാത്രം ഇൻഷുർഡ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് ബാങ്കുകളിലേക്ക് പോകുന്നവരുടെ എണ്ണം കുറഞ്ഞേക്കാം. കൂടുതൽ പണം ഈ പറഞ്ഞ പോലെ സാധാരണ ബാങ്കുകളിലേക്ക് ഒഴുകി എത്തിയേക്കാം. അതാണ് ഒന്നാമത്തെ കാര്യം. മൂന്നാമത്തെ ബാധിക്കുന്ന ഒരു മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വളരെ പ്രചാരം നേടി എല്ലാവരും ഒട്ടനേകം ഏജന്റുമാരും പണ്ടത്തെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലെ ആളുകൾ ചേർക്കാൻ വേണ്ടി നടക്കുന്ന മൾട്ടി ലെവൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാകാം. നമുക്കറിയുന്ന പോലെ തന്നെ മൾട്ടി ലെവൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് യാതൊരു തരത്തിലുള്ള ഇൻഷുറൻസും അതിൻ്റെ നിക്ഷേപങ്ങൾക്കില്ല. കേരളത്തിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കാണെങ്കിൽ 5 ലക്ഷം രൂപ വരെ സംസ്ഥാന ഗവൺമെന്റിന്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിക്ഷേപം നടത്തുന്നവർ മിക്കവാറും അവരുടെ ഫണ്ട്, അവരുടെ നിക്ഷേപ പണം ചിലപ്പോൾ എടുത്തിട്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകളിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സാധാരണ ബാങ്കുകളിലേക്കോ വലിയ എമൗണ്ട് ഉള്ളവർ ചിലപ്പോൾ നിക്ഷേപങ്ങൾ മാറ്റിയേക്കാം. അപ്പോൾ അവരുടെയും ലിക്വിഡിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് നിലനിന്നേക്കാം. പക്ഷേ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം യഥാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിക്ഷേപിക്കുന്നവരെ സംബന്ധിച്ച് അവർ പലപ്പോഴും ഇത്തരത്തിലുള്ള സുരക്ഷിതത്വത്തെക്കുറിച്ച് കാര്യമായി ചിന്തിക്കാറില്ല. ആരെങ്കിലും ഒരു ഏജന്റ് വന്നിട്ട് ക്യാൻവാസ് ചെയ്യുമ്പോൾ അതിനകത്ത് നിക്ഷേപിക്കുക, വലിയൊരു പലിശ നിരക്ക് കാണുമ്പോൾ നിക്ഷേപിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ കാണുന്ന ഒരു കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ നിക്ഷേപത്തിലുള്ള ഒരു കുറവ് എത്രത്തോളം വരും എന്നുള്ളത് കണ്ടറിയണം. കാരണം അവരുടെ ക്ലാസ് ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് വേറെ ഒരു തരത്തിലാണ്. പക്ഷേ ഇത് ബാധിക്കാൻ പോകുന്നത് മിക്കവാറും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കേരളത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെയോ ബാങ്കുകളെയോ ആകാനാണ് വഴി. ഇത് ബാധിക്കാതിരിക്കണമെങ്കിൽ DICGCക്ക് തത്തുല്യമായിട്ട് സംസ്ഥാന സർക്കാർ കോഓപ്പറേറ്റീവ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡും ഈ പറഞ്ഞ പോലെ 10 ലക്ഷത്തിലേക്ക് ഉയർത്തുകയാണെങ്കിൽ ഇത് ബാധിക്കില്ല. കാരണം മെച്ചപ്പെട്ട ഒരു പലിശ സാധാരണ നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കുകളെ താരതമ്യം ചെയ്യുമ്പോൾ നൽകുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഒരു പൊതു അറിവിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രത്യേക വാർത്തയെക്കുറിച്ച് അറിയിക്കാനുള്ളത്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.